ഒരു ഭിക്ഷക്കാരൻ പിസ്സ കഴിക്കാനായി ബുദ്ധിമുട്ടുന്നത് കണ്ട ജെസ്സിയുടെ ബോയ്ഫ്രണ്ട് രഹസ്യമായിട്ട് അത് ഫോണിൽ വീഡിയോ എടുക്കുന്നു. ഇത് കണ്ട ജെസ്സി അവന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിച്ചു വെക്കുകയും അങ്ങനെയൊന്നും ചെയ്യരുതെന്നും അതെല്ലാം മോശമാണെന്നോ അവനോട് പറയുന്നു. എന്നിട്ട് അവള് ആ ഭിക്ഷക്കാരന്റെ അടുത്തേക്ക് പോയിട്ട് അയാളുടെ കൈ പിടിച്ച് പിസ്സ കഴിക്കാനായിട്ട് അയാൾ സഹായിക്കുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന അവളുടെ ബോയ്ഫ്രണ്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അപ്പോൾ ആ ഭിക്ഷക്കാരൻ ജെസ്സിയോട് നിന്റെ ബോയ്ഫ്രണ്ട് നിന്നെ ചതിക്കുകയാണെന്നും കറുത്ത ചുരുണ്ട മുടിയുള്ള ഒരു പിസ്സ ഡെലിവറിംഗ് പെണ്ണുമായിട്ട് അവൻ ഇഷ്ടത്തിലാണെന്നും പറയുന്നു. ഇത് കേട്ട് അവൾ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും മനസ്സിൽ ചെറിയൊരു സംശയം അവൾക്ക് തോന്നുന്നു. അങ്ങനെ വീട്ടിലെത്തി അവള് കുറച്ച് സമയം കഴിയുമ്പോൾ ഡോർബെല്ലിന്റെ സൗണ്ട് കേട്ട് അവൾ ഡോറ് തുറന്നു നോക്കുന്നു. ആ ഭിക്ഷക്കാരൻ വിവരിച്ചതുപോലെ കറുത്ത ചുരുണ്ട മുടിയുള്ള ഒരു പെണ്ണ് പിസയുമായി വന്നിരിക്കുന്നത് കാണുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിസയാണോ ബർഗറാണോ ഇഷ്ടമെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ. ഇതേ സമയം അങ്ങോട്ട് വന്ന ജെസ്സിയുടെ ബോയ്ഫ്രണ്ടും ആ ഡെലിവറി പെണ്ണും കണ്ണുകൾ കൊണ്ട് ആക്ഷൻസ് കാണിക്കുന്നത് കണ്ട് അവർക്കിടയിൽ എന്തോ നടക്കുന്നുണ്ടെന്ന് ജെസ്സിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അടുത്ത ദിവസം ജെസ്സി ആ ഭിക്ഷക്കാരന്റെ അടുത്തേക്ക് പോവുകയും എന്റെ ബോയ്ഫ്രണ്ടും ആ പെണ്ണും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം അയാൾക്ക് ഒരു പിസ്സ വാങ്ങിച്ചു കൊടുത്താൽ എല്ലാം കാണിക്കാമെന്ന് അയാൾ അവളോട് പറയുന്നു. അങ്ങനെ ജെസ്സി അടുത്തുള്ള പിസ്സ ഷോപ്പിലേക്ക് പോയിട്ട് ഒരു പിസ്സ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ആ കടയിലെ ആള് പിസ്സ എടുക്കാനായിട്ട് കിച്ചന്റെ ഡോറ് തുറന്ന് പോകുമ്പോൾ ആ കിച്ചണിനകത്ത് അവളുടെ ബോയ്ഫ്രണ്ടും ആ പിസ്സ ഡെലിവറിംഗ് പെണ്ണും റൊമാൻറ്റിക് ആയി നിൽക്കുന്നത് അവൾ കാണുന്നു. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ അവള് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്നത് കണ്ട ആ ഭിക്ഷക്കാരൻ അവളോട് അവന് നിന്നെ അറിയിക്കുന്നില്ലെന്നും നിനക്ക് വേറെ നല്ല പയ്യന്മാരെ കിട്ടുമെന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു.